നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ പേരന്റ് ഈഗോ സ്റ്റേറ്റിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലെ വളരെ സ്വാഭാവികവും അതേസമയം വളരെ ശക്തവുമായ ഒരു ഭാവത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിലെ ആ കുട്ടി, അതായത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. നമ്മുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയൊക്കെ ഉറവിടം ഇതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? ഈ വിഷയത്തിലേക്ക് കടക്കും മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. എപ്പോഴാണ് നിങ്ങൾ അവസാനമായി ഒരു കുട്ടിയെപ്പോലെ എല്ലാം മറന്ന് വയറുവേദനിക്കുന്ന പോലെ പൊട്ടിച്ചിരിച്ചത്? ആ ഓർമ്മ മനസ്സിൽ വെച്ചോളൂ. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി അതിന് നല്ലൊരു ബന്ധമുണ്ട്. അപ്പോ എന്താണ് ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്? സിമ്പിളായിട്ട് പറഞ്ഞാല്, നമ്മൾ ജനിച്ച് ഏകദേശം ഒരു 5 വയസ്സുവരെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും വികാരങ്ങളുമില്ലേ, അതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ച ഒരു ഭാഗമാണിത്. നമ്മുടെ സന്തോഷം, സങ്കടം, പേടി, ആകാംക്ഷ, ഇതിന്റെ എല്ലാം ഒറിജിനൽ സോഴ്സ് അവിടെയാണ്. നമുക്കിപ്പോ എത്ര വയസ്സായി എന്നതൊന്നും ഒരു വിഷയമല്ല. ആ കുട്ടി ഇപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ കുട്ടിയെ കുറച്ചുകൂടി അടുത്തൊന്ന് പരിചയപ്പെട്ടാലോ? നമ്മുടെ ഓരോ ദിവസത്തെയും തീരുമാനങ്ങളെയും പെരുമാറ്റത്തെയും ഈ കുട്ടി എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഉള്ളിലെ ഈ കുട്ടിക്ക് പ്രധാനമായും 2 മുഖങ്ങളുണ്ട്. ഒന്ന്, ഒരു കൂസലുമില്ലാതെ കളിച്ചും ചിരിച്ചും നടക്കുന്ന സ്വാഭാവികമായ കുട്ടി, അഥവാ നാച്ചുറൽ ചൈൽഡ്. ഇനി രണ്ടാമത്തേത്, നിയമങ്ങളും ചിട്ടകളുമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന അഡാപ്റ്റഡ് ചൈൽഡ്. ഈ രണ്ടും നമ്മളെ തന്നെയുണ്ട്, പല സമയങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ സന്തോഷം നിറഞ്ഞ ഫ്രീ ആയിട്ട് കളിച്ചു നടക്കുന്ന കുട്ടിയെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും യഥാർത്ഥവും ക്രിയേറ്റീവുമായ ഭാവം. ഈ ഭാവം എന്ന് പറയുന്നത് ഒരു മടിയുമില്ലാതെ വളരെ സ്പോണ്ടേനിയസ് ആയി പെരുമാറുന്ന, എപ്പോഴും സന്തോഷം നിറഞ്ഞ നമ്മുടെ ഒരു വേർഷനാണ്. സർഗാത്മകതയും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് ഈ കുട്ടിയുടേത്. ഈ നാച്ചുറൽ ചൈൽഡിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നല്ലേ? എന്തിനെക്കുറിച്ചും അറിയാനുള്ളൊരാകാംക്ഷ, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, മടിയില്ലാത്ത പൊട്ടിച്ചിരി, പിന്നെ മനസ്സിലുള്ളതെന്താണോ അത് അതേപോലെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം. ഇതൊക്കെയാണ് ആ കുട്ടിയുടെ ഒരു പവർ. ഉദാഹരണത്തിന്, മഴ കാണുമ്പോൾ ഒന്ന് നനഞ്ഞ് ഡാൻസ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്നത്, അതുമല്ലെങ്കിൽ പുതിയൊരു കാര്യം കാണുമ്പോൾ കണ്ണും മിഴിച്ച് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ആ നാച്ചുറൽ ചൈൽഡ് പുറത്തുവരുന്ന നിമിഷങ്ങളാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലെ കുട്ടിക്ക് ഈ ഒരു സന്തോഷമുള്ള മുഖം മാത്രമല്ല ഉള്ളത്. ഇനി നമുക്കതിന്റെ മറ്റേ ഭാവത്തെ പരിചയപ്പെടാം, അഡാപ്റ്റഡ് ചൈൽഡ്, അതായത് നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ച കുട്ടി. ഈ ഭാവം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസിനോടും ചുറ്റുമുള്ളവരോടും പ്രതികരിച്ചതിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്. അവരുടെ നിയമങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് സത്യത്തിലിത്. ഇതിന്റെ സ്വഭാവം കുറച്ചുകൂടി കോംപ്ലക്സാണ്. ചിലപ്പോൾ ഇത് വാശിയും അനുസരണക്കേടും ഒക്കെയായി പുറത്തുവരും. ചിലപ്പോൾ പരാതി പറച്ചിലായിരിക്കും. മറ്റു ചിലപ്പോൾ നേരെ തിരിച്ചും അമിതമായ അനുസരണ, പേടി, ഇങ്ങനെ പല രീതിയിൽ ഇത് പ്രകടമാവാം. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാമോ? എന്നെ ആർക്കും സ്നേഹമില്ല എന്നൊക്കെ തോന്നി വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ വാതിൽ വലിച്ചടയ്ക്കുന്നത്, അതുമല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചു മിണ്ടാതിരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ആ അഡാപ്റ്റഡ് ചൈൽഡ് സംസാരിക്കുന്ന സന്ദർഭങ്ങളാണ്. അപ്പോ നമ്മുടെ ഉള്ളിൽ ഈ നാച്ചുറൽ ചൈൽഡുമുണ്ട്, അഡാപ്റ്റഡ് ചൈൽഡുമുണ്ട്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയുന്നത് എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? എന്താണിതിന്റെ പ്രാധാന്യം? ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടുവരുന്നത് നമ്മുടെ ഉള്ളിലെ നാച്ചുറൽ ചൈൽഡാണ്. ശരിയല്ലേ? നിങ്ങൾക്കിഷ്ടപ്പെട്ട കല, സംഗീതം, സ്പോർട്സ്, ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആ സ്വാഭാവികമായ കുട്ടിയെ ഉണർന്നിരിക്കുമ്പോഴാണ്. എന്നാൽ മറുവശത്ത് നമ്മൾ അഡാപ്റ്റഡ് ചൈൽഡ് എന്ന ഭാവത്തിൽ നിന്നാണ് കൂടുതലായി പ്രതികരിക്കുന്നതെങ്കിലോ? പെട്ടെന്ന് ദേഷ്യം വരുന്നത്, വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ പേടിക്കുന്നത്, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പുകളെ വളരെ മോശമായി ബാധിക്കാറുണ്ട്. ഇതിനൊരു നല്ല ഉദാഹരണം പറയാം. ഒരു ടീച്ചർ അവരുടെ ഉള്ളിലെ നാച്ചുറൽ ചൈൽഡ് ഭാവം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കുട്ടികളുമായിട്ട് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ക്ലാസ് റൂം തന്നെ വളരെ സന്തോഷമുള്ളൊരിടമായി മാറും. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവും. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനം, ഈ അറിവ് നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ്. ഇന്നൊരു ചെറിയ പ്രാക്ടീസ് ചെയ്താലോ? നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കാം. ഇത് വളരെ ലളിതമാണ്.
ഇന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സ് തുറന്ന് ഫ്രീ ആയിട്ട് ചിരിച്ചോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ആ നിമിഷം നിങ്ങളുടെ നാച്ചുറൽ ചൈൽഡാണ് സംസാരിച്ചത്. ഇനി ഇന്നെപ്പോഴെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും വാശി പിടിക്കുകയോ അല്ലെങ്കിൽ പേടിച്ചു മിണ്ടാതിരിക്കുകയോ ചെയ്തോ? അവിടെ നിങ്ങളുടെ അഡാപ്റ്റഡ് ചൈൽഡ് ആയിരുന്നു ആക്റ്റീവ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്: നമ്മുടെ വികാരങ്ങളെയും പെരുമാറ്റത്തെയും തിരിച്ചറിയുക എന്നതുതന്നെയാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. എപ്പോഴാണ് നമ്മൾ കുട്ടിയെപ്പോലെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ പ്രതികരണങ്ങളെ നമുക്ക് പതിയെ നിയന്ത്രിക്കാനും പഠിക്കാം. അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലെ കുട്ടിയുടെ 2 ഭാവങ്ങളെയും പരിചയപ്പെട്ടു. ഈ തിരിച്ചറിവ് നമ്മുടെ പെരുമാറ്റത്തെ മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും. അടുത്ത തവണ നമ്മൾ ഈഗോ സ്റ്റേറ്റുകളിലെ ഏറ്റവും യുക്തിപൂർവം ചിന്തിക്കുന്ന ഭാഗമായ എഡൾട്ട് എന്ന ഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അത് മിസ് ചെയ്യരുത്. നന്ദി.